ആ തിളക്കം BJPക്ക് ഉണ്ട്, സംശയമില്ല ഇക്കാര്യത്തിൽ. പല സ്ഥലങ്ങളിലും BJP അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നേരത്തെ രേണുക പറഞ്ഞതുപോലെ പന്തളത്ത് ഭരണം നഷ്ടമായി എങ്കിൽ പോലും പാലക്കാട്ട് അവർക്ക് മൂന്നാമതും ഭരണത്തിൽ തുടരാൻ കാരണമായി. അവർ വളരെ പ്രധാനമായി പാലക്കാട് വീണ്ടും ഭരണത്തിലേക്ക് ഏറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ തിരുവനന്തപുരത്ത് വന്നാൽ സ്വീകരിക്കുന്നതിൽ ആദ്യത്തെ ആൾ മേയറായിരിക്കും. അത് BJPയുടെ മേയറാവുകയാണ്. തീർച്ചയായും ഈ കെ സുരേന്ദ്രൻ പറഞ്ഞു നിർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതാണ്. ഇപ്പോൾ രഞ്ജിത്ത് രാമേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതിൽ നിന്ന് കോർപ്പറേഷനുകൾ മാത്രം എടുത്ത് ഒരു കണക്ക് നോക്കിയാൽ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ NDA ഉറപ്പിച്ചു കഴിഞ്ഞു. 50 അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കൊല്ലത്തേക്ക് വന്നാൽ 12 NDA ആണ്. അവിടെ കഴിഞ്ഞ തവണ 6 അതിന് ഇരട്ടിയായി ഉയർത്തുന്നു എന്നത് കാണാം. കൊച്ചിയിൽ 6 കോഴിക്കോട് 13 തൃശ്ശൂരിൽ 8 കണ്ണൂരിൽ 4 അപ്പോൾ ഈ 6 കോർപ്പറേഷനുകളിലും BJP അവരുടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. അത് ഇത്തവണ 3ാം സ്ഥാനത്താണ് എങ്കിൽ പോലും അടുത്ത തവണ അവർക്ക് രണ്ടാമതോ ആ കോർപ്പറേഷൻ പിടിക്കാനോ പറ്റുന്ന തരത്തിലേക്ക് അവരുടെ ശക്തി വളർന്നിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. കൊല്ലത്ത്, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ സീറ്റെണ്ണമാണ്. 13 BJP വിജയിച്ചിരിക്കുന്ന വലിയ സീറ്റെണ്ണത്തിലേക്ക് BJP പോകുന്നുണ്ട്. കൊച്ചിയിലാണ് അവർ പ്രതീക്ഷിച്ച ഒരു വിജയം ലഭിക്കാതെ പോയെന്ന് തോന്നുന്നു. കൊച്ചിയിലെ സീറ്റെണ്ണം വരുമ്പോൾ അത് 4 5 മോശമല്ല. പക്ഷെ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു കൊച്ചിയിൽ ഇരട്ടക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ. പക്ഷെ അവിടെയും ഒരു ചെറിയ തിരിച്ചടിയുണ്ട്. അവർ പ്രതീക്ഷിച്ച പല വാർഡുകളും വിജയിച്ചില്ല. ഗ്രൂപ്പിസമൊക്കെ ശക്തമായ ഒരു സ്ഥലം കൂടിയായിരുന്നു കൊച്ചി. പക്ഷേ തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, കോഴിക്കോട്ട്, പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ നേട്ടം BJP നേടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കും പറഞ്ഞു നിൽക്കാം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കൊല്ലത്ത് പല പഞ്ചായത്തുകളിലും BJPക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതും ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ BJP ഒരു നേട്ടത്തിലേക്ക് 25% എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അവരുടെ വോട്ട് പേഴ്സൻ്റ് എത്തുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കിനി കാത്തിരുന്ന് കാണാൻ ഉള്ളത്. ഒരു അന്തിമ കണക്കൊക്കെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭ്യമായേക്കാം. ഏതായാലും UDFും BJPയും ഒരുപോലെ ചിരിക്കുന്നു. ഇന്ന് രാവിലെ മുൻ മേയർ VK പ്രശാന്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് തിരുവനന്തപുരം ചുവക്കും എന്ന് പറഞ്ഞു. പക്ഷേ വോട്ടെണ്ണതിന് മുമ്പാണ് കേട്ടോ. ഇപ്പോൾ ആ പോസ്റ്റൊക്കെ പിൻവലിക്കേണ്ട സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് 2020 എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പരസ്പരം പ്രവർത്തിച്ചത്. എല്ലാ വാർഡുകളിലും തന്നെ ഇടതിനും വലതിനും കൂടി ഒരേ സ്ഥാനാർത്ഥിയായിരുന്നു. ഇതിന് പുറമെ എല്ലാ വാർഡുകളിലും 2020 സ്ഥാനാർത്ഥിക്ക് ബദലായിട്ട് 3ഉം 4ഉം അപരന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പണവും മദ്യവും ചാക്കിലാണ് വന്നത്. ഇപ്പോൾ റിസൾട്ടുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് വിലക്കെടുത്തതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ 21 വാർഡുകളിൽ 14 വാർഡുകളാണ് ഞങ്ങൾ വിജയിച്ചത്. 3 വാർഡുകളിലെ അപരന്മാർ മാത്രം വിജയത്തിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 വാർഡുകൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപരന്മാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയത്ത് ഐക്യനാട് പഞ്ചായത്ത് കഴിഞ്ഞ തവണ പ്രതിപക്ഷം പോലുമില്ലായിരുന്ന പഞ്ചായത്താണ്. ഇത്തവണയും 2 വാർഡുകൾ കൂടി 16 വാർഡിലും 2020 വിജയിക്കുകയും പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് മാറുകയും ചെയ്തു. ഞങ്ങൾ പുതുതായിട്ട് മത്സരിച്ച തിരുവാണിയൂരിൽ ഏറ്റവും വലിയ കക്ഷി 9 സീറ്റുകൾ നേടി ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും കൂടിയിട്ട് 9 സീറ്റുകളാണുള്ളത്. അവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് 2020 ആയിരിക്കും. പുത്തൻകുരിശ് പഞ്ചായത്തിലായാലും നമുക്ക് 6 സീറ്റുകൾ നേടാൻ സാധിച്ചു. ഒരു പാർട്ടി ഗ്രാമമാണ്. അവിടെ ഇടതിനെയും വലതും ഒന്നിച്ച് നിന്നിട്ട് പോലും അവിടെ 6 സീറ്റുകൾ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. അതുപോലെ പൂത്രക്ക പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മത്സരത്തിറങ്ങുന്നത്. അവിടെയും ഇടതും വലതും ഒന്നിച്ച് നിന്നിട്ടും
7 സീറ്റുകൾ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന മഴവന്നൂർ പഞ്ചായത്തിലാണ്. അതിൽ കഴിഞ്ഞ തവണ 14 സീറ്റുകളിൽ നിന്ന് 7 സീറ്റുകളായി കുറഞ്ഞു എന്നുള്ളതാണത്. അവിടെയും ഇടതും വലതും കൂടി സീറ്റുകൾ വെച്ച് മാറുകയായിരുന്നു. അപ്പോൾ അത്രമാത്രം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായിട്ടും നമുക്ക് നല്ലൊരു രീതിയിലുള്ളൊരു വിജയം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാബു ജേക്കബിന്റെ വാർത്താ സമ്മേളനമാണ്. നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായതിന്റെ ഒരു കണക്കെടുപ്പാണ്. അവർക്ക് പുതുതായി മത്സരിച്ച ഇടങ്ങളിൽ പോലും ഭരണത്തെ നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ശക്തമായ കൊച്ചി കോർപ്പറേഷനിലും പല സ്ഥലങ്ങളിലും മത്സരിച്ചിരുന്നു. അവിടത്തെ വിവരങ്ങൾ കൂടി ഇതിൽ 6ഓളം സ്വതന്ത്രർ കൊച്ചി മറ്റ് അതേഴ്സ് കൊച്ചി കോർപ്പറേഷനിൽ വിജയിച്ച പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ അതിൽ ഈ സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ ആളുകളും ഉണ്ടാകും എന്ന് വേണം, 2020 ആളുകളും ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വലിയ തോതിലുള്ള 19 അതെ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോഴും 50 സീറ്റുകളിൽ NDA മുന്നേറ്റം തുടരുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട UDF 19 എന്നതാണ് സാഹചര്യം. UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എങ്കിൽ പോലും NDAക്ക് ഭരണം ഉറപ്പാകുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചുള്ളത്. ഉണ്ടെങ്കിൽ അതിലൊരാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ വിമതനായി നിന്ന് മത്സരിച്ച ആൾ, ജയിച്ച ആളാണ് ഒരാൾ. മറ്റൊരാൾ കണ്ണമൂലയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ശ്രീ രാധാകൃഷ്ണനാണ്. ഇവരിൽ ആരെങ്കിലും BJPക്കൊപ്പം നിൽക്കുകയോ അവരെ പിന്തുണയ്ക്കുകയോ ചെയ്താൽ ഭരണം ഉറപ്പാവുകയാണ്. പക്ഷേ മറുവശത്ത് ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ BJPക്ക് ഭരണം നൽകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവിടെയാണ് LDFും UDFും ചേർന്ന് തിരുവനന്തപുരത്ത്, അതായത് ഇന്ത്യ സഖ്യം തിരുവനന്തപുരത്ത് അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സാധ്യമാകും, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള ഞങ്ങൾ നമ്പർ കിട്ടുമെന്നതാണ് VV രാജേഷിന്റെ ആത്മവിശ്വാസം. ഇനി ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അവരുടെ ആത്മവിശ്വാസം സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനിൽ വിജയാഹ്ലാദം തുടങ്ങിക്കഴിഞ്ഞു BJP പ്രവർത്തകർ. അതിന്റെ സൂചനകൾ നമ്മൾ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാണുകയുണ്ടായി. മേയർ സ്ഥാനാർത്ഥിയായി BJP മുന്നോട്ട് വെച്ച ശ്രീലേഖ അവിടെ എത്തുന്നതും മധുരം കഴിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ രാജൻ ശേഖർ പറഞ്ഞത് ആരായിരിക്കും മേയർ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുമെന്നാണ്. അത് കൃത്യമായി ഒരു സൂചന വന്നിട്ടില്ല. VV രാജേഷും അവിടെ ക്ലെയിമുള്ള ആളാണ്, ശ്രീലേഖയും ക്ലെയിമുള്ള ആളാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ. കേരളത്തിന്റെ ആദ്യ വനിതാ IPS ശ്രീലേഖയാണോ അതോ VV രാജേഷ് ആണോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കോർപ്പറേഷൻ NDA ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ രഞ്ജിത്ത്, വളരെ പ്രസക്തമാകുന്ന, ഇനി അങ്ങോട്ട് ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് വന്നിരിക്കുന്നത് MM മണിയുടെ ഭാഗത്തു നിന്നാണ്. പാർട്ടിയെ എല്ലാ കാലത്തും തന്റെ പരാമർശങ്ങളിലൂടെ കെണിയിലാക്കി